പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് കുടിവെള്ള വിതരണം നടത്തുന്നതിന് വേണ്ടി ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ടീ പൈപ്പ് ഇട്ടിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെള്ളത്തിന്റെ വിതരണം നടത്തിയത്. 4 തവണ പ്രവൃത്തി പൂർത്തീകരിച്ചു. 4 തവണ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും പൈപ്പ് ഇടുന്ന സമയത്ത് പൈപ്പ് തള്ളിപ്പോണ ഒരു സാഹചര്യം നിലവിലുണ്ടായി. അവസാനം യാതൊരു തരത്തിലുള്ള പരിജ്ഞാനമില്ലാത്ത കുറെ ജോലിക്കാരെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. പട്ടാമ്പി ടൗണിലും പിന്നെ ഗ്രാമമേഖലകളിൽ കുടിവെള്ള വിതരണം പരിപൂർണമായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് നഗരസഭയിലെ ജീവനക്കാരെ വെച്ച് അത് താൽക്കാലികമായി ടീ എന്നതിന് പകരം ബെൻഡിട്ടിട്ട് ഒരു പ്രദേശത്തേക്ക് മാത്രമാണ് പിന്നെ വെള്ളത്തിന്റെ വിതരണം തുടങ്ങാൻ കഴിയുന്നത്. അതും പൈപ്പിട്ടു. പൈപ്പിട്ടിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്യണം. ഒരു 3 യൂണിറ്റ് കോൺക്രീറ്റ്. ആ 3 യൂണിറ്റ് കോൺക്രീറ്റ് ചെയ്യേണ്ടത് ആരാണെന്നുള്ള തർക്കം. വാട്ടർ അതോറിറ്റി ചെയ്യണോ, കരാറുകാരൻ ചെയ്യണോ, മുനിസിപ്പാലിറ്റി ചെയ്യണോ, അത് ആർക്കും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോ അടിയന്തരമായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് നമ്മുടെ പിന്നെ ജോലിക്കാർ പറഞ്ഞ സമയത്ത് ജാസ്മിൻ കോൺട്രാക്ടറെ പിന്നെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മുനിസിപ്പാലിറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവര് വന്ന് പിന്നെ പെട്ടെന്ന് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടാണ് മേലെ പട്ടാമ്പി ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് കുടിവെള്ള വിതരണം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. എല്ലാ മേഖലയിലും കഴിഞ്ഞ ദിവസം 100 കണക്കിന് സ്ത്രീകളാണ് നഗരസഭയിൽ വന്നിട്ടുള്ളത്. അപ്പൊ നഗരസഭയ്ക്ക് ഒരു കാരണവശാലും ഇത് കിഫ്ബിയാണ്, KRFB ആണ്, വാട്ടർ അതോറിറ്റിയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. കാരണം ഈ എല്ലാം കിഫ്ബി ഉണ്ട്, KRFB ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ടെലിഫോൺസിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ ഓരോരുത്തരെ പഴിചാരുന്ന സാഹചര്യമാണ്. ഒരു ഭാഗത്ത് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയത്ത് വന്ന് ഡ്രെയിനേജിൽ കയറുമ്പോൾ ആ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. പട്ടാമ്പി പട്ടാമ്പി നഗരത്തിൽ ഏകദേശം 30-40 കൊല്ലം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് കടന്നു പോകുന്നത്. പല ഭാഗത്തും പുതിയ പൈപ്പ് ഇട്ടു. ഇനിയും പുതിയ പൈപ്പ് ഇടാത്ത കുറെ പ്രദേശങ്ങളുണ്ട്. അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി ഫണ്ട് പദ്ധതി വെച്ച ഫണ്ട് കഴിഞ്ഞു, അതല്ലെങ്കിൽ ബാക്കി വന്ന ഫണ്ടിന് പ്രൊജക്ട് റിവൈസ് ചെയ്തിട്ട് പിന്നെ പൈപ്പ് ഇടേണ്ട സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പട്ടാമ്പി ടൗണില് ടൗൺ ജുമാ മസ്ജിദ് മുതൽ ഇവിടെ പിന്നെ പ്ലാന്റ് വരെയുള്ള പൈപ്പ് ഇതുവരെ പുനഃസ്ഥാപിച്ചു.